ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രം പുറത്ത്. പോറ്റിയുടെ ബന്ധുവിന്റെ മകൾക്ക് ഉപഹാരം നൽകുന്ന ചിത്രമാണ് പുറത്തു വന്നത്. ഡിഗ്രിക്ക് റാങ്ക് ലഭിച്ച പോറ്റിയുടെ അമ്മാവന്റെ മകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉപഹാരം നൽകുന്നതാണ് ചിത്രം. കുട്ടിക്ക് ഒരു മൊമെന്റോ നൽകിയാൽ എന്താണ് തെറ്റെന്ന് കടകംപള്ളി ചോദിച്ചു. ഏതോ ഒരു ചടങ്ങിന് പോയെന്ന് മാത്രമാണ് ഓർമ്മ. പുകമറ സൃഷ്ടിക്കാൻ കോൺഗ്രസും ബിജെപിയും ശ്രമിക്കുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. പ്രതികരണത്തിലേക്കാക്കി. അയാൾ ക്ഷണിച്ചപ്പോൾ അയാൾ വീട്ടിൽ പോയിട്ടുണ്ട്. ആ വീട്ടിൽ ഏതോ ഒരു ചടങ്ങാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ചായി ചർച്ച. ഇപ്പൊ ഇവര് പുറത്തു കൊണ്ടുവന്ന ആ അയാളുടെ പിന്നെ ഏതെങ്കിലും ഇതിലുണ്ടായിരുന്ന ഫോട്ടോ ആയിരിക്കും. അത് തന്നെ ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ കൂടി നിൽക്കുന്ന മാധ്യമ സ്നേഹിതരോട് പറയാണ്, നിങ്ങൾ ആ മൊമെന്റോ കൊടുക്കുന്ന കുട്ടി വിളിച്ച് ചോദിച്ചാൽ ആ കുട്ടി പറയും എന്താണ്, ഏത് ചടങ്ങാണ്, എവിടെ വെച്ചാണെന്നുള്ളത്. എനിക്കിപ്പോൾ യഥാർത്ഥത്തിൽ ഓർമ്മയില്ല എവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു മൊമെന്റോ കൊടുത്തത്. മൊമെന്റോ കൊടുക്കുന്നത് വലിയ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നതുമില്ല. ഒരു പുകമറ പരത്തി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേരളത്തിലെ UDFും പിന്നിൽ നിന്ന് BJPയും നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കേട്ടു, ഞാൻ എത്രയോ കുട്ടികൾക്ക് മൊമെന്റോ കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പർട്ടിക്കുലറായിട്ട് നമ്മൾക്ക് കാണാനുള്ളത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഫോട്ടോയിലുണ്ട്. അയാളുടെ അടുത്ത ബന്ധുവോ മറ്റോ ആയിട്ടുള്ള ഒരു കുട്ടിക്കാണ് ഈ മൊമെന്റോ കൊടുക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കേവല പരിചയം മാത്രമായിരുന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവർക്ക് അത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്നോ എന്നൊക്കെയാണ് ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾ. ശ്യാമിലി, അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് മറ്റൊരു തരത്തിലുള്ള ബന്ധവുമില്ല. മണ്ഡലത്തിലെ ഒരു താമസക്കാരൻ എന്ന നിലയിൽ തന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ശബരിമലയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, അത്തരത്തിലുള്ള പരിചയമുണ്ട്. അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇന്നത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, അന്ന് ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ക്ഷണിച്ചിട്ടാണ് താൻ അങ്ങോട്ട് പോയത്. അത്തരത്തിൽ പല പരിപാടികളിലും മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ താൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത് SIT നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കടകംപള്ളിയെ വിളിപ്പിച്ചിരുന്നു. അത്തരത്തിൽ SITക്ക് മുന്നിലും കടകംപള്ളി സുരേന്ദ്രൻ ഈ മൊഴി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അവിടെ പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മാവന്റെ മകൾക്ക് ഡിഗ്രിക്ക് റാങ്ക് ലഭിച്ചപ്പോൾ ഒരു മൊമെന്റോ കൊടുക്കുന്നതാണ്. ആ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും SITക്ക് നേരത്തെ മൊഴി നൽകിയിരുന്നതിൽ കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ തന്റെ വീട് സന്ദർശിച്ചു എന്ന് പറഞ്ഞിരുന്നു. നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ ആദ്യമേ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ താൻ അവിടെ പോയിട്ടുണ്ട്, ഒരു തവണ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. എത്ര തവണ പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഈ ചിത്രം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇത് സ്ഥാപിത താല്പര്യക്കാർ ആണ് ഇത്തരത്തിൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്നത്. UDFും BJPയും ഇങ്ങനെ പ്രചാരണം, മറ്റൊരു തരത്തിൽ പ്രചാരണം നടത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിനും ശ്രമിക്കുന്നുണ്ട്. മൊമെന്റോ നൽകുന്നതിൽ തെറ്റില്ല, അവിടെ പോയിട്ടുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിക്കുന്നു. ശ്യാമി, ശരി ചന്തു, എന്തായാലും ഒരു മൊമെന്റോ കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് പുറത്തു വന്നത്. അതിൽ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? 7-8 വർഷങ്ങളായി അതിനുള്ള ഓർമ്മപ്പിശകുകളുണ്ട് എന്നൊക്കെയാണ് കടകംപള്ളി ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത്.